ഹലോ, ശ്രീജിയാണേ. ഞാനിപ്പോൾ വന്നതേ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ പുതിയൊരു വിശേഷവുമായിട്ടാണ്. എന്താണെന്നല്ലേ, കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആയിട്ട് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിരുന്നു, പുതിയതാണേ. അതിൽ ഞായറാഴ്ച വന്ന പ്രൊമോയുടെ കൂടെ ഒരു 5 സെക്കൻഡും കൂടെ ചേർത്തിട്ട് ആണ് അവർ തിങ്കളാഴ്ച വിട്ടത്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ, ഒരു വിരുദ്ധനെ ഒരു ഡോറിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയ അപ്പം നമ്മുടെ ലാലേട്ടൻ പതിവ് ശൈലിയിൽ പുറകിൽ വന്ന് തട്ടിയിട്ട് ചോദിച്ചു, എന്താ മോനെ സീൻ പിടിക്കുകയാണോ? അത് പിന്നെ ലാലേട്ടാ, ഈ റൂമുകളിലെ സംഘർഷാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാനായിട്ട് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാനായിരുന്നു. അപ്പോഴേ ഈ ഒന്നിൽ കൂടുതൽ റൂമുകളിലെ സംഘർഷാവസ്ഥയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? നല്ലതല്ലേ? ഒന്നിൽ കൂടുതലോ? അതെ. 2 നോ, 3 നോ, 4 അതെ, 4 റൂമുകളാണ്. അതായത് 4 ബെഡ്റൂമുകളുമായിട്ടാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ BB ഹൗസ് നമുക്ക് വേണ്ടി BB ടീം ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി, എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണമേ, നമുക്ക് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 4 ബെഡ്റൂമുകളോട് കൂടി ഒരു BB ഹൗസ് വരാൻ പോകുന്നത്. മാത്രമല്ല, ഇതെങ്ങനെ ഉണ്ടാവും? ഈ കണ്ടസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കും ഈ റൂമുകളിലും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അതായത് 2 റൂമുകളിൽ തമ്മിൽ ഗ്രൂപ്പിസോ, അല്ലെങ്കിൽ ഒരു റൂംമേറ്റ്സ് തമ്മിൽ ഗ്രൂപ്പിസോ, അല്ലെങ്കിൽ മറ്റ് റൂമുകളിലുള്ളവരുമായിട്ടാണോ ഗ്രൂപ്പിസം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കും, ഇവരുടെ സ്ട്രാറ്റജികൾ എങ്ങനെയായിരിക്കും? ഈ പ്രാവശ്യം ലവ് സ്ട്രാറ്റജി ഉണ്ടാകുമോ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമോ? പിന്നെ ഇതിനു മുമ്പ് സീസൺ 1-ൽ നമ്മൾ കണ്ടതാണ്, ഒരു റൂം അത് ഗ്ലാസ് വോളിങ്ങനെ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തു, ഒരു സൈഡ് ജെൻസ് ഒരു സൈഡ് ലേഡീസ്, ഇങ്ങനെ നമ്മൾ കണ്ടതാണ് ഓൾറെഡി. അത് പക്ഷേ ഇവർക്ക് പരസ്പരം കാണാൻ സംസാരിക്കാം എല്ലാം ചെയ്യാം. അതേസമയം ഈ റൂം ആകുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് റൂമായിട്ടാണ്, ബെഡ്റൂമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞേ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു അൺപ്രഡിക്റ്റബിൾ സീസൺ ആണെന്ന്. അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും ആയിരിക്കില്ല, കണ്ടസ്റ്റൻസ് ചിന്തിക്കുന്നതും ആയിരിക്കില്ല ഇനി വരുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ സീസണുകളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോവുക എന്നുള്ളത്. ഈ പ്രാവശ്യം അങ്ങനെ പറ്റില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞു വയ്ക്കുന്നത്. അതേപോലെ തന്നെ ലാലേട്ടൻ പറയാണ്, ഇതൊക്കെ എന്താണ്, ഇതൊന്നൊന്നുമല്ല, ഇത് വെറും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് മാത്രമാണ്. അതായത് ഇനിയും കാഴ്ചകളുണ്ട്, ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഡേറ്റുകളൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്നത്. കാരണം ഫെബ്രുവരിയിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, അതിപ്പോൾ മാറി മാർച്ചിലേക്കായിട്ടുണ്ട്. മാർച്ച് 10 കറക്റ്റായിട്ടുള്ള ഇതുവരെയുള്ള കൺഫേംഡ് ആയിട്ടുള്ള ഡേറ്റ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ പറയാം. എന്തായാലും ഇതുവരെ ഡേറ്റിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, കാരണം ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് വന്ന പ്രൊമോയാണ്. നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇനി അപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് അപ്ഡേറ്റുമായിട്ട് എത്തുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. BB വിശേഷങ്ങൾ മാത്രമല്ല, നമ്മൾ വേറെ കുറേ വിശേഷങ്ങളും കുറേ ടിപ്സുകളും കുറേ മറ്റ് കണ്ടൻറ്റുകളുമായിട്ടുള്ള വീഡിയോയുമായിട്ടൊക്കെ വരും. നിങ്ങളതൊന്നും കാണാൻ മറക്കരുത്, ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, സീസൺ 1 മുതൽ സീസൺ 5 വരെയുള്ള എല്ലാ സീസണുകളും ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് പ്ലാനിങ്ങിലാണ് ഞാൻ. എനിക്ക് ഓർമ്മയുള്ള കുറേ കണ്ടൻറ്റുകൾ ഒക്കെ ചേർത്തിട്ട് ഞാനത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതുവരെ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.